ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ സുവിശേഷകൻ ജയ്മോൻ കഞ്ഞുകുഴി. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൻ്റെ ധന്യനാമത്തിലുള്ള എൻ്റെ ക്രൈസ്തവ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് ബൈബിളിനെ സംബന്ധിച്ച് ചില വിശദീകരണങ്ങൾ നൽകുന്നതിന് വേണ്ടിയാണ്. ബൈബിൾ എന്നുള്ള വാക്ക് രൂപപ്പെട്ടിട്ടുള്ളത് ഗ്രീക്ക് ഭാഷയിലെ ടാ ബിബ്ലിയ എന്ന പദത്തിൽ നിന്നാണ്. പുസ്തകങ്ങളുടെ കൂട്ടം, കളക്ഷൻ ഓഫ് ബുക്സ് എന്നർത്ഥം വരുന്ന ടാ ബിബ്ലിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ബൈബിൾ എന്നുള്ള വാക്ക് രൂപപ്പെട്ടിട്ടുള്ളത്. എന്നാൽ എബ്രായ ഭാഷയിൽ അഥവാ പഴയ നിയമ പുസ്തകങ്ങൾ മിക്കതും തന്നെ എബ്രായ ഭാഷയിലാണ് അത് എഴുതപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് പഴയ നിയമ പുസ്തകങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയ വിശദീകരണമാണ് ഈ ഭാഗത്ത് ഞാൻ നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഇംഗ്ലീഷിലോ മലയാളത്തിലോ അല്ലെങ്കിൽ മറ്റിതര തർജ്ജമകളിലോ ഒക്കെ പഴയ നിയമ പുസ്തകങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ 39 പുസ്തകങ്ങൾ ഉള്ളതായിട്ടാണ് നാം അറിയുന്നത്. എന്നാൽ എബ്രായ ബൈബിളിൽ അത് 24 പുസ്തകങ്ങളായിട്ടാണ് ഉൾക്കൊണ്ടിട്ടുള്ളത്. അതിൻ്റെ കാരണം ശമൂവേലിൻ്റെ 1ഉം 2ഉം പുസ്തകങ്ങൾ ഒരൊറ്റ പുസ്തകമായും, 1ഉം 2ഉം രാജാക്കന്മാരുടെ പുസ്തകങ്ങൾ ഒരൊറ്റ പുസ്തകമായും, 1ഉം 2ഉം ദിനവൃത്താന്ത പുസ്തകങ്ങൾ ഒരൊറ്റ പുസ്തകമായും, എസ്ര, നെഹമ്യ ഈ പുസ്തകങ്ങൾ ഒരൊറ്റ പുസ്തകമായിട്ടും ഇരിക്കുന്നു. അതുപോലെ ചെറിയ പ്രവാചകന്മാർ എന്നുള്ള നിലയിൽ അറിയപ്പെടുന്ന 12 പ്രവചന പുസ്തകങ്ങൾ, അത് എല്ലാം കൂടി ഒരൊറ്റ പുസ്തകമായിട്ടാണ് എബ്രായ ബൈബിളിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. അതുകൊണ്ട് എബ്രായ ബൈബിളിൽ 24 പുസ്തകങ്ങളാണ് ആ നിലയിൽ ഉള്ളത്. ഇനി ഈ എബ്രായ ഭാഷയിൽ ബൈബിൾ എന്നുള്ള നിലയിൽ നാം മനസ്സിലാക്കുന്ന പുസ്തകത്തിന് 2 പേരാണ് എബ്രായ ഭാഷയിൽ അതിന് നൽകപ്പെട്ടിട്ടുള്ളത്. ഒന്നാമത്തേത് സ്ക്രിപ്ചർ എന്നൊക്കെ അർത്ഥം വരുന്ന വചനം, വേർഡ്, സ്ക്രിപ്ചർ എന്നൊക്കെ അർത്ഥം വരുന്ന മിക്ര എന്നുള്ള ഒരു വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. രണ്ടാമത്തേത് തനാക്ക് എന്നുള്ള ഒരു വാക്കാണ് ഈ എബ്രായ ബൈബിളിനെ പരാമർശിക്കുന്നത്. ഏറ്റവും കൂടുതൽ തനാക്ക് എന്നുള്ള നിലയിലാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയപ്പെടുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, തനാക്ക് എന്ന് പറയുന്നത് ഈ പഴയ നിയമ പുസ്തകങ്ങളെ പ്രധാനമായിട്ടും 3ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. അതിൽ ആദ്യത്തെ 5 പുസ്തകങ്ങളെ, മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളെ തോറ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ രണ്ടാമത്തെ 8 പുസ്തകങ്ങൾ പ്രവചന പുസ്തകങ്ങളാണ്. അതിനെ നബീം എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് 11 പുസ്തകങ്ങളാണ്. അതിനെ റൈറ്റിങ്സ് അല്ലെങ്കിൽ എഴുത്തുകൾ എന്നുള്ള നിലയിൽ അതിനെ കെത്തുബീം എന്നാണ് എബ്രായ ഭാഷയിൽ പരാമർശിക്കുന്നത്. അപ്പോൾ ഈ 3 പുസ്തകങ്ങളുടെ ഗണത്തെ, അതിൻ്റെ പേരുകളുടെ ആദ്യാക്ഷരങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇതിനെ തനാക്ക് എന്നുള്ള നിലയിൽ അതിനെക്കുറിച്ച് പറയുവാനിടയാകുന്നത്. എബ്രായ ഭാഷയിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്നതും തനാക്ക് എന്നുള്ള വാക്കാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു തനാക്ക് എന്നുള്ള നിലയിലാണ് എബ്രായ ബൈബിളിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല, മറ്റ് ഇതര പരിഭാഷകൾ കർത്താവായ യേശുക്രിസ്തുവിനും മുൻപും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ചില വിവർത്തനങ്ങൾ നാം മനസ്സിലാക്കുമ്പോൾ ഈ സെപ്റ്റുജൻ്റ് ഒരു പ്രധാനപ്പെട്ട ഒരു വിവർത്തനമായിരുന്നു. സെപ്റ്റുജൻ്റ് എന്ന് പറഞ്ഞാൽ അലക്സാണ്ടറിൻ്റെ ജനറലായിരുന്ന ടോളമയുടെ കാലത്ത് അദ്ദേഹത്തിൻ്റെ ലൈബ്രറിയിൽ സൂക്ഷിക്കുന്നതിന് വേണ്ടിയും, അതുപോലെ തന്നെ ജാതിയിൽ നിന്ന് യഹൂദ മതത്തിലേക്ക് വന്ന ഹെലനൈറ്റ്സ് ആയിട്ടുള്ള യഹൂദന്മാർക്ക്, യഹൂദമതം സ്വീകരിച്ച ആളുകൾക്ക് ഈ ന്യായപ്രമാണം മനസ്സിലാക്കുന്നതിന് വേണ്ടിയും, അതുപോലെ യഹൂദ ഭാഷ വശമില്ലാതായി പോയ യഹൂദന്മാരായ ആളുകൾ, അപ്പോൾ അവർക്ക് വേണ്ടിയും കൂടി ഇത് പരിവർത്തനം ചെയ്താണ്. അതിനെ സെപ്റ്റുജൻ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ LX6 എന്ന് അതിനെ വിശേഷിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ ശമരിയക്കാരുടെ ഇടയിൽ ഒരു വിവർത്തനമുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ, ശമരിയർ എന്ന് പറയുമ്പോൾ യഹൂദന്മാരുടെ പാതി സഹോദരന്മാരാണ്. 10 ഗോത്രങ്ങൾ ഉൾപ്പെടുന്ന വടക്കേ രാജ്യം എന്നറിയപ്പെടുന്ന ഇസ്രായേൽ അസീറിയയുമായിട്ട് BC 722 അസീറിയയുമായിട്ട് മിങ്കിൾ ചെയ്ത് ഒരു സമ്മിശ്ര ജനവിഭാഗം രൂപപ്പെട്ടു. അവരെയാണ് ശമരിയർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ശമരിയർക്കും യാക്കോബിലൂടെ, അബ്രഹാമിലൂടെ, ഇസ്ഹാക്കിലൂടെ, യാക്കോബിലൂടെ ഒക്കെ കൈമാറി വന്ന ആ ഒരു ചിന്തകളും ദൈവിക വിചാരങ്ങളുടെ ഒരു ചെറിയ ഭാഗമൊക്കെ അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് അവരുടെ ഇടയിൽ നിലനിന്നിരുന്ന ആ ഒരു വിവർത്തനമാണ് സെമരിറ്റിക്കൽ പെൻഡറ്റുക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ സിറിയക്കാരുടെ ഇടയിൽ പെഷിത്ത എന്നുള്ള ഒരു പരിവർത്തനവും ഉണ്ടായിരുന്നു. മാത്രമല്ല, എബ്രായ ബൈബിളിനെ നാം ഇന്ന് മനസ്സിലാക്കുന്ന പോലെ അധ്യായങ്ങളും അതുപോലെ തന്നെ വാക്യങ്ങളുമൊക്കെ ആയിട്ട് തിരിച്ചത് CE 7-ാം നൂറ്റാണ്ടിനും 10-ാം നൂറ്റാണ്ടിനും ഇടയിലാണ്.
അപ്പോൾ അങ്ങനെ തിരിച്ച് ആദ്യമായിട്ട് അങ്ങനെ രൂപപ്പെടുത്തിയെടുത്ത ആ ടെക്സ്റ്റിനെ പരാമർശിക്കുന്നത് മസോറോട്ടിക് ടെക്സ്റ്റ് എന്നുള്ള നിലയിലാണ്. അപ്പോൾ അതുവരെയും ഇത് ഒരൊറ്റ പുസ്തകമായി അല്ലെങ്കിൽ ഒരു ലേഖനം പോലെ അത് തുടരുകയായിരുന്നു. എന്നാൽ പിന്നീട് അതിനെ ഈ മസോറോട്ടിക് ടെക്സ്റ്റിലാണ് ഇത് വാക്യങ്ങളും അധ്യായങ്ങളും ഒക്കെ ആയിട്ട് തരംതിരിക്കുവാനായിട്ട് ഇടയായത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ പഴയ നിയമ പുസ്തകങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ പ്രധാനമായിട്ടും 3 ഭാഗമായിട്ടാണ് അതിനെക്കുറിച്ച് നാം അറിയുന്നത്. 1 തോറ, 2 നബീം, 3 കെതുബീം എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ വിശദാംശം ഈ ഭാഗങ്ങളിലൂടെ നൽകണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ പുസ്തകമാണ് 5 പുസ്തകങ്ങളെ അറിയപ്പെടുന്നത് തോറ എന്നുള്ള നിലയിലാണ്. എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നാം അതിനെ ന്യായപ്രമാണം എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ വിശേഷിപ്പിക്കുന്നത്. ഇംഗ്ലീഷിൽ അതുപോലെ ലോസ് എന്നുള്ള നിലയിലും അതിനെക്കുറിച്ച് നാം മനസ്സിലാക്കാറുണ്ട്. എബ്രായ ഭാഷയിൽ 5 എന്ന അർത്ഥം വരുന്ന ചെമാഷ് എന്നുള്ള ഒരു പേര് കൂടി ഈ ആദ്യത്തെ 5 പുസ്തകങ്ങൾക്ക്, പഞ്ചഗ്രന്ഥങ്ങൾക്ക് ഉണ്ട്, അഥവാ തോറയ്ക്ക് ഉണ്ട്. എബ്രായ ഭാഷയിലെ 5 എന്ന് അർത്ഥം വരുന്ന ചെമാഷ് എന്നുള്ള വാക്കാണ് അതിന് പകരമായിട്ട് ഉപയോഗിക്കാറുള്ളത്. അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ സെപ്റ്റുജൻറ്റിൽ ഇതിന് 2 പേരുകളുണ്ട്. സെപ്റ്റുജൻറ്റിൽ ഇതിന് 2 പേര്. ഒന്നാമത് ആദ്യത്തെ 5 പുസ്തകത്തെ സെപ്റ്റുജൻറ്റിൽ പരാമർശിക്കുന്നത് പെൻഡറ്റുക്കോസ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ 5 ചുരുളുകൾ എന്നാണ് അതിൻ്റെ അർത്ഥം, പെൻഡറ്റുക്കോസ്. രണ്ടാമത്തെ പേര് എന്ന് പറയുന്നത് ഡോക്ട്രിൻ അല്ലെങ്കിൽ ലോ എന്നൊക്കെ അർത്ഥം വരുന്ന നോമോസ് എന്ന് പറയുന്ന ഒരു വാക്കാണ്, പേരാണ് അതിന് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ തോറായെ എബ്രായ ഭാഷയിൽ തോറ എന്നും അതുപോലെ തന്നെ ചെമാഷ് എന്നും അതിനെക്കുറിച്ച് പരാമർശിക്കുന്നു. എന്നാൽ ഗ്രീക്കിൽ പെൻഡറ്റുക്കോസ് എന്നും അതുപോലെ തന്നെ നോമോസ് എന്നും ആണ് ഈ ആദ്യത്തെ പഴയ നിയമത്തിലെ ആദ്യത്തെ 5 പുസ്തകങ്ങളെ അറിയപ്പെടുന്നത്. ലാറ്റിൻ ഭാഷയിൽ ഇതിന് 2 പേരുകൾ ലാറ്റിൻ ഭാഷയിലുമുണ്ട്. ലെക്സി ഡെവി എന്നോ ആണ് ഒന്നാമതായിട്ട് അറിയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ലോ ഓഫ് ഗോഡ് എന്നർത്ഥം വരുന്ന ലെക്സി ഡെവി എന്നുള്ള വാക്ക്. അതുപോലെ തന്നെ ഏതാണ്ട് ഗ്രീക്കിനോട് സമാനമായ മറ്റൊരു പേര് പെൻഡറ്റുക്കസ് എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥവും 5 സ്കോളർ അല്ലെങ്കിൽ 5 ചൂളുകൾ എന്ന ആശയം വരുന്ന അർത്ഥം വരുന്ന വാക്കാണ്. അപ്പോൾ ലാറ്റിനിലും 2 പേരുണ്ട്, ലെക്സി ഡെവി എന്നും അതുപോലെ പെൻഡറ്റുക്കസ് എന്നും. ഗ്രീക്കിൽ പെൻഡറ്റുക്കോസ് ആണ്, എന്നാൽ ലാറ്റിനിൽ പെൻഡറ്റുക്കസ് എന്നുള്ളതാണ് അറിയപ്പെടുന്നത്. ഇനി മലയാളത്തിൽ നാം അതിനെ മനസ്സിലാക്കുമ്പോൾ ഇതിനെ ന്യായപ്രമാണം എന്നും മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളെന്നും 2 പേര് ഇതിനും നാം പരാമർശിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ഇതിനെ ലോ എന്നും അതുപോലെ തന്നെ പെൻഡറ്റുക്ക് എന്നുള്ള പേരാണ്. ഗ്രീക്കിൽ പെൻഡറ്റുക്കോസ് ആണെങ്കിൽ ലാറ്റിനിൽ പെൻഡറ്റുക്കസ് ആണ്. ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ അത് പെൻഡറ്റുക്ക് എന്നാണ്. അങ്ങനെയും ഈ ആദ്യത്തെ 5 പുസ്തകങ്ങളെ അഥവാ തോറ അല്ലെങ്കിൽ ചെമാഷിനെ വിശേഷിപ്പിക്കാറുണ്ട് എന്നുള്ളതാണ്. ഇനി അതിൻ്റെ ഓരോ പുസ്തകങ്ങളിലൂടെ ഒന്ന് കടന്നു പോവുകയാണ്. അത് നാം അറിയുന്ന പോലെ 5 പുസ്തകങ്ങളാണല്ലോ മലയാളത്തിൽ. ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകം, സംഖ്യാ പുസ്തകം, ആവർത്തന പുസ്തകം. അപ്പോൾ ഈ ആദ്യത്തെ 5 പുസ്തകങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാം എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം എന്നുള്ള നിലയിൽ നാം മലയാളത്തിൽ മനസ്സിലാക്കുന്ന ഉൽപ്പത്തി പുസ്തകം, അഥവാ ഇംഗ്ലീഷിൽ ജെനസിസ് എന്നാണ് നാം അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഈ സൃഷ്ടിയുടെ വിവരണമൊക്കെ ആണ് അത് നൽകുന്നത്. ഇൻ ദ ബിഗിനിങ് എന്നാണ് അത് പറഞ്ഞു തുടങ്ങുന്നത്. ഇനി എബ്രായ ഭാഷയിലേക്ക് വരുമ്പോൾ എബ്രായ ഭാഷയിൽ ഈ ഉൽപ്പത്തി പുസ്തകത്തിന് ഉപയോഗിച്ചിട്ടുള്ള പേര് എന്ന് പറയുന്നത് ബെരിഷിറ്റ് എന്നുള്ള പേരാണ്. BERISHIT എന്ന് ഇംഗ്ലീഷിൽ എഴുതുവാൻ കഴിയുന്ന ബെരിഷിറ്റ് എന്നുള്ള വാക്ക് ആണ് ഉൽപ്പത്തി പുസ്തകത്തിന് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം ഇൻ ദ ബിഗിനിങ് എന്നുള്ളതാണ്. സൃഷ്ടിയുടെ ആരംഭത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഫസ്റ്റ് വാക്കാണ് അവിടെ ഈ പുസ്തകത്തിൻ്റെ പേരായിട്ട് സ്വീകരിച്ചിട്ടുള്ളത്. അതുപോലെ ഇതിന് ഗ്രീക്കിലേക്ക് വരുമ്പോൾ ഏതാണ്ട് ഇംഗ്ലീഷിനോട് സാമ്യമുള്ള ജെനസിസ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ലാറ്റിനിൽ ഇതിന് കൊടുത്തിട്ടുള്ള പേര് ലിബർ ജെനിസിസ് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഉൽപ്പത്തി പുസ്തകത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിന് ബെരിഷിറ്റ് എന്നുള്ളതാണ് എബ്രായ ഭാഷയിൽ പരാമർശിക്കുന്നത്. സൃഷ്ടിയുടെ ആരംഭത്തെ പരാമർശിക്കുന്ന ഇന്നത് ബിഗിനിങ് എന്ന് പറയുന്ന പരാമർശിച്ചു തുടങ്ങുന്ന ആരംഭം എന്നുള്ള അർത്ഥത്തിൽ ഉള്ള വാക്കാണ് അത്. ഇനി രണ്ടാമത്തെ പുസ്തകം നാം അറിയുന്ന പോലെ പുറപ്പാട് പുസ്തകമാണ്. പുറപ്പാട് പുസ്തകം
എക്സോഡക്സ് എന്നാണ് നാം അതിനെക്കുറിച്ച് ഇംഗ്ലീഷിൽ പറയുന്നത് എക്സോഡക്സ് എന്നാണ്. എന്നാൽ അതിന് എബ്രായ ഭാഷയിലേക്ക് നാം വരുമ്പോൾ അതിന് ഈ ഈ പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ലാറ്റിനിലോ ഗ്രീക്കിലോ അല്ലെങ്കിൽ മറ്റു ഭാഷകളിലൊക്കെ ആ പുസ്തകത്തിലെ ഒരു വിഷയത്തിൻ്റെ ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അതിന് ഈ പേര് ലഭിച്ചിട്ടുള്ളത്. എക്സോഡക്സ് എന്ന് പറഞ്ഞാൽ വേ ഔട്ട് ഓർ അല്ലെങ്കിൽ ഡിപ്പാർച്ചർ എന്നുള്ള അർത്ഥമാണ് ഇതിന് വരുന്നത്, എക്സോഡസ് എന്നുള്ള നിലയിൽ വരുന്നതെങ്കിൽ. എന്നാൽ എബ്രായ ഭാഷയിലേക്ക് നാം വരുമ്പോൾ അതിന് ഉപയോഗിക്കുന്നത് ആ ഒരു ആശയത്തിലല്ല അതിൻ്റെ പേര് വന്നിട്ടുള്ളത്. മറിച്ച് ഈ പുസ്തകത്തിൽ ആദ്യം വരുന്ന ആ ഒരു വാക്ക് ആണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്കറിയാം അവിടെ ഉപയോഗിക്കുന്ന വാക്ക് എന്ന് പറയുന്നത് ഷെമോറ്റ് എന്നുള്ള വാക്കാണ്. ഷെമോറ്റ്, SHEMOT, ഷെമോറ്റ് എന്നുള്ള വാക്കാണ്. അതിൻ്റെ അർത്ഥം പേര് എന്നുള്ളതാണ്, പേര്, നെയിംസ് എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ പുറപ്പാട് പുസ്തകം ആരംഭിക്കുന്നതാണ്, ആൻഡ് ദിസ് ആർ ദ നെയിംസ് ഓഫ് ദ സൺസ് ഓഫ് ഇസ്രയേൽ. ഇസ്രയേലിൻ്റെ മക്കളുടെ പേരുകളാവിത് എന്ന് പറഞ്ഞാണ് ആ പുസ്തകം പറഞ്ഞു തുടങ്ങുന്നത്. അതുകൊണ്ട് ആ പേരുകൾ എന്ന അർത്ഥം വരുന്ന ഷെമോറ്റ് എന്ന പേരാണ് ഈ പുറപ്പാട് പുസ്തകത്തിന് എബ്രായ ഭാഷയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ അതിൻ്റെ മൂന്നാമത്തെ പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ അതിൻ്റെ മൂന്നാമത്തെ പുസ്തകം ലേവ്യ പുസ്തകമാണ്. നാം ലേവ്യ പുസ്തകം എന്നുള്ളതാണ് നിലയിലാണ് അറിയുന്നത്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നാം പറഞ്ഞാൽ ലെവിറ്റിക്കസ് എന്ന് നാം മനസ്സിലാക്കും. എന്നാൽ ഈ ലെവിറ്റിക്കസ് എന്ന് പറയുന്ന ഈ പുസ്തകത്തിന് അവിടെ എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിട്ടുള്ള പേര് എന്ന് പറയുന്നത് വീക്ര എന്നുള്ളതാണ്. വീക്ര എന്നുള്ളത് WAYYIGRA എന്നുള്ളതാണ്. വൈക്ര എന്നുള്ള ഇതാണ് പ്രൊണൗൺസിയേഷനിൽ. പല പ്രൊണൗൺസിയേഷനും വീക്ര എന്നുള്ള പ്രൊണൗൺസിയേഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞതുപോലെ, പുറപ്പാട് പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ, ഈ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ വരുന്ന ഒരു പേരാണ് അതിന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആൻഡ് ഹി കോൾഡ് എന്ന് ആണ് അത് പറഞ്ഞ് തുടങ്ങുന്ന പുസ്തകം ആരംഭിക്കുന്നു. അതുകൊണ്ട് ആ ഫസ്റ്റ് വാക്കാണ് ഈ പുസ്തകത്തിന് ലെവിറ്റിക്കസ് എന്നുള്ള ലേവ്യ പുസ്തകത്തിന് എബ്രായ ഭാഷയിൽ കൊടുത്തിട്ടുള്ളത്. ഇതിന് ഗ്രീക്കിലേക്ക് വരുമ്പോൾ ലെവിറ്റിക്കസ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ലാറ്റിനിൽ വരുമ്പോൾ ലിബർ ലെവിറ്റിക്കസ് എന്നുള്ളതാണ് ലാറ്റിനിലെ അതിൻ്റെ പേര്. അപ്പോൾ ഈ ആദ്യത്തെ 3 പുസ്തകങ്ങളെ കുറിച്ച് നാം ചിന്തിച്ചു. ഒന്ന് ബെരീഷിറ്റ്, 2 ഷെമേറ്റോ, 3 വീക്ര. ഈ 3 നിലയിലാണ് ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ എന്നീ പുസ്തകങ്ങൾ അറിയപ്പെടുന്നത്. ഇനി 4-മത്തെ പുസ്തകമാണ് നാം അറിയുന്നത് പോലെ നമ്പേഴ്സ്, അല്ലെങ്കിൽ സംഖ്യ പുസ്തകം എന്ന നിലയിൽ നാം മനസ്സിലാക്കുന്ന നമ്പേഴ്സ്, ഇംഗ്ലീഷിൽ നമ്പേഴ്സ് എന്നുള്ളതാണ് അതിനെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നത്. അതിന് ഇവിടെ ഈ മറ്റ് പുറപ്പാട് പുസ്തകത്തിനും ലേവ്യ പുസ്തകത്തിനും ഒക്കെ കൊടുത്തതുപോലെ അതിനാദ്യം വരുന്ന പേര്, വാക്കാണ് ഈ പുസ്തകത്തിന് എബ്രായ ഭാഷയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇൻ ദ വിൽഡർനെസ് ഓർ ഇൻ ദ ഡിസേർട്ട് എന്നാണ് അത് പറഞ്ഞു തുടങ്ങുന്നത്. അതുകൊണ്ട് ആ ആശയം വരുന്ന ഒരു വാക്കാണ് ഇവിടെ ഈ സംഖ്യാപുസ്തകത്തിന് ഉപയോഗിച്ചിട്ടുള്ളത്. ബെമിഡ്ബർ എന്നുള്ള പേരാണ്. ബെമിഡ്ബർ എന്നുള്ള പേരാണ്. BEMIDBAR, ബെമിഡ്ബർ എന്ന പേരാണ് ഈ എബ്രായ ഭാഷയിൽ ഇതിന് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ ഗ്രീക്കിലേക്ക് വരുമ്പോൾ ഗ്രീക്ക് ഭാഷയുടെ അരിത്തോമായി എന്നുള്ള ഒരു വാക്കാണ് ഈ ലേവ്യ പുസ്തകത്തിന്, സംഖ്യാപുസ്തകത്തിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിട്ടുള്ള അരിത്തോമായി എന്നുള്ളത്. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു പേരാണ്. അരിത്തമാറ്റിക് എന്നുള്ള നിലയിൽ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു പേരാണത്. അപ്പോൾ ആ ഒരു നമ്പർ എന്ന ആശയം വരുന്ന അർത്ഥം വരുന്ന അരിത്തോമായി എന്നുള്ള പേരാണ്. അപ്പോൾ തന്നെ ലാറ്റിൻ ഭാഷയിൽ ലിബർ ന്യൂമറേ എന്നുള്ള വാക്കാണ് ലാറ്റിനിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ന്യൂമറ എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽ എന്നൊക്കെ പറഞ്ഞ സംഖ്യാശാസ്ത്രം എന്നൊക്കെ ഉള്ളത് നിലയിൽ നാം മനസ്സിലാക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ന്യൂമറി എന്നുള്ളത് ലാറ്റിനാണ്. അപ്പോൾ ലിബർ ന്യൂമറി എന്നുള്ളതാണ് സംഖ്യാപുസ്തകത്തിന് ലാറ്റിൻ ഭാഷയിൽ ഉപയോഗിച്ചിട്ടുള്ള പേര് എന്നുള്ളത്. ഇനി 5-മത്തെ പുസ്തകമാണ്. 5-മത്തെ പുസ്തകം നാം ആവർത്തന പുസ്തകം അഥവാ നിയമാവർത്തനം എന്നുള്ള നിലയിലൊക്കെ നാം മനസ്സിലാക്കുന്ന അവസാനത്തെ പഞ്ചഗ്രന്ഥങ്ങളിൽ അവസാനത്തെ പുസ്തകം. ഇതിനെ ഡ്യൂട്ടറോണോമ എന്നാണ് നാം അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ഡ്യൂട്ടറോണോമി എന്നുള്ള നിലയിൽ ഇംഗ്ലീഷിൽ നാം പറയും. അതിനെ ഗ്രീക്കിൽ ഡ്യൂട്ടറോണോമിയോൺ എന്നുള്ള പേരാണ് അതിന് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം സെക്കൻഡ് ലോ എന്നാണ്
ഈ ഡ്യൂട്ടറോണോമിയോൺ എന്നുള്ള പേരിൻ്റെ അർത്ഥം എന്നുള്ളത്. നമുക്കറിയാം, ഈ ലേവ്യ പുസ്തകത്തിലും പുറപ്പാട് പുസ്തകത്തിലും ഒക്കെ കാണുന്ന നിയമങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ പേര് ഈ നിയമാവർത്തനം എന്നുള്ള നിലയിൽ ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നത്. നാം പ്രത്യേകിച്ച് പുറപ്പാട് പുസ്തകത്തിലോ ലേവ്യ പുസ്തകത്തിലോ ഒക്കെ നിയമങ്ങളെ നാം കാണുമ്പോൾ അത് കൂടുതലായും പൗരോഹിത്യത്തോട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലേവ്യരോട് ബന്ധപ്പെട്ടുള്ള കൽപ്പനകളായിരുന്നെങ്കിൽ, ആവർത്തന പുസ്തകത്തിൽ സാമാന്യ ജനത്തോട്, സാധാരണ ജനത്തോട് ദൈവം കൽപ്പനകളെ ആവർത്തിച്ച് അറിയിക്കുന്നതാണ്. അതുകൊണ്ട് സെക്കൻഡ് ലോ എന്നർത്ഥം വരുന്ന ഡ്യൂട്ടറോണോമിയോൺ എന്നുള്ള പേര് അതിന് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ലാറ്റിനിൽ ലിബർ ഡ്യൂട്ടറോണോമിലി എന്നുള്ള പേരാണ്. ലിബർ ഡ്യൂട്ടറോണോമിലി എന്നാണ് ലാറ്റിൻ ഭാഷയിൽ ഈ ആവർത്തന പുസ്തകത്തിന് കൊടുത്തിട്ടുള്ളത്. എബ്രായ ഭാഷയിലേക്ക് അതിനെക്കുറിച്ച് നാം മനസ്സിലാക്കുവാനായിട്ട് വരുമ്പോൾ, എബ്രായ ഭാഷയിൽ വേർഡ് എന്നർത്ഥം വരുന്ന ഒരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. പറഞ്ഞതുപോലെ അത് പറഞ്ഞ ഈ ആവർത്തന പുസ്തകം തുടർന്നെങ്ങനെയാണ്, ദിസ് ആർ ദ വേർഡ്സ് ഓഫ് ദാറ്റ് മോസസ് സ്പോക്ക് എന്നുള്ളതാണ് അവിടെ പറഞ്ഞു തുടങ്ങുന്നത്. മോശ പറഞ്ഞു തുടങ്ങിയ വാക്കുകളാവിത് എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ, അപ്പോൾ ആ വേർഡ്, മോശ സംസാരിച്ച ആ വേർഡ് എന്നുള്ള നിലയിൽ അതിൻ്റെ ആ അർത്ഥം വരുന്ന പദമാണ് അതിന് ഉപയോഗിച്ചിട്ടുള്ളത്. ഡെവറീം എന്നുള്ള വാക്കാണ്. ഡെവറീം എന്നുള്ളത് DEVARIM, ഡെവറീം എന്നുള്ള എബ്രായ വാക്കിലൂടെയാണ് ഈ ആവർത്തന പുസ്തകത്തെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇത് തനാക്ക് എന്ന് പറയുന്ന എബ്രായ ബൈബിളിൽ തനാക്ക് എന്നുള്ള നിലയിലാണ് അറിയപ്പെടുന്നത്. ആ തനാക്ക് എന്ന എബ്രായ ബൈബിളിൻ്റെ ആദ്യത്തെ ഭാഗമായ തോറയുടെ, അല്ലെങ്കിൽ നാം അതിനെക്കുറിച്ച് മനസ്സിലാക്കിയത് തോറയുടെ, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേര് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിഞ്ഞിരുന്നു. അതിനെ ചെമാഷ് എന്നുള്ളതാണ്. ഇതിൻ്റെ പുസ്തകങ്ങളാണ്, 5 പുസ്തകങ്ങളെക്കുറിച്ചാണ് നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. നമ്മൾ ചിന്തിച്ചത് ഇങ്ങനെയാണ്. ഒന്നാമത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം ബെരീഷിറ്റ് എന്നുള്ള എബ്രായ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നു. രണ്ടാമത്തെ പുറപ്പാട് പുസ്തകത്തിന് ഷെമോറ്റ് എന്നുള്ള വാക്കാണ് അതിന് നെയിംസ് എന്നർത്ഥം വരുന്ന ഷെമോറ്റ് എന്നുള്ള വാക്ക്. മൂന്നാമത്തെ വീക്ര എന്നുള്ളതാണ് ആൻഡ് ഹി കോൾഡ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ലേവ്യ പുസ്തകത്തിന് വീക്ര എന്നുള്ളതാണ്. നാലാമത്തത് ബെമിഡ്ബർ എന്നുള്ള പേരാണ്. ഇന്നത് വിൽഡർനെസ് അല്ലെങ്കിൽ ഡിസേർട്ട് എന്നർത്ഥം വരുന്ന ആ വാക്കാണ് അവിടെ ഈ സംഖ്യാപുസ്തകത്തിന് ഉപയോഗിച്ചിട്ടുള്ളത്. ആവർത്തന പുസ്തകത്തെക്കുറിച്ച് നാം ചിന്തിച്ചു. ഡെവറീം എന്നുള്ള വാക്കാണ് വേർഡ് എന്നുള്ള ആശയം വരുന്ന, അർത്ഥം വരുന്ന ഈ ഡെവറീം എന്നുള്ള വാക്കാണ് ഈ തനാക്കിൽ തോറയിലെ ആദ്യത്തെ 5 പുസ്തകങ്ങളുടെ പേരുകളാണ് നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. ഇനി അതിൻ്റെ 2ഉം 3ഉം ഭാഗങ്ങൾ, പ്രവചന പുസ്തകങ്ങളും അതുപോലെ തന്നെ എഴുത്തുകൾ എന്ന നിലയിൽ അറിയപ്പെടുന്ന കെത്തുബീമും പ്രവചന പുസ്തകങ്ങളായ നബീമും, അതിനെക്കുറിച്ച് അടുത്ത മറ്റൊരു വീഡിയോയിൽ അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാം എന്നുള്ളത് ആഗ്രഹിക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് സഹായകരമായി തീരട്ടെ. ദൈവവചനത്തിലുള്ള പഠനവും അറിവും ക്രൈസ്തവ വിശ്വാസിയുടെ ആത്മീക ജീവിതത്തിൻ്റെ പരിപോഷണത്തിന് ഇടം നൽകും എന്നുള്ള ഉറച്ച പ്രത്യാശയോടും ആഗ്രഹത്തോടും കൂടെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ദൈവനാമത്തിനെല്ലാം മഹത്വം കരയേറ്റിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.